മാറ്റാം എന്നതിന് നമ്മളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിയർ വി ഹാവ് ദ വൺ ആൻഡ് ഓൺലി ഹാപ്പിനെസ് മെന്റർ എന്നറിയപ്പെടുന്ന അനിരുദ്ധൻ ദേവദാസ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you very much. Thank you Shiva Rehman for inviting me for a short period. 10 minutes കൊണ്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. Okay. So thank you all. Okay. So ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഹാപ്പിനെസിനെ കുറിച്ചാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. എവരിവൺ വാണ്ട്സ് ഹാപ്പിനെസ്, റൈറ്റ്? എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ, നിർത്താൻ. ലൈക്ക് ഇഫ് ഐ എം എക്സീഡിംഗ് ദി ടൈം യു ക്യാൻ സേ ഓവർ, ഹാപ്പിനെസ് പ്രോഗ്രാം ഈസ് ഓവർ. ഓക്കെ. സോ ആർക്കൊക്കെയാണ് ഹാപ്പിനെസ് വേണ്ടത്, അല്ലെ ആർക്കൊക്കെ ഹാപ്പിനെസ് വേണ്ട? ഒരു മാത്രം കൈമുട്ടിയാവും. ആർക്കൊക്കെ ഹാപ്പിനെസ് വേണ്ട എന്നുള്ളൊരു കൈവെക്കൂ. സോ എവരിബഡി വാണ്ട്സ് ഹാപ്പിനെസ്, റൈറ്റ്? ഓക്കെ. ഓക്കെ. സോ നൗ ടെൽ മീ, എന്താണ് ഹാപ്പിനെസ്? എന്താണ് ഹാപ്പിനെസ്? പറയൂ. പീസ് ഓഫ് മൈൻഡ്. ഓക്കെ. ദെൻ ലവ്. ഓക്കെ. ദെൻ പറഞ്ഞോളൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്, അല്ലേ? ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പോസിറ്റീവ് മൈൻഡ്. വെരി ഗുഡ്. ഓക്കെ. സക്സസ്. ഓക്കെ. എന്താണ്? മണി. ഓക്കെ. ഇതെല്ലാം അതിന്റെ ഒരു എലിമെന്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് വാട്ട് ആക്ച്വലി യുവർ മൈൻഡ് ഈസ് ലുക്കിംഗ്? ഫാമിലി. ഓക്കെ. ഇതെല്ലാം നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാപ്പിനെസ് ആൻഡ് പ്ലസന്റ്? പ്ലസന്റ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്ലസന്റ്, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പ്ലസന്റ്നെസ്. നമ്മളൊരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതും സിനിമയ്ക്ക് പോകുന്നതും ഫാമിലിയും മണിയും എല്ലാം, അല്ലെ? ഇതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താ അറിയോ? ഈ പ്ലസന്റ് ഫീലിംഗ്സ് സ്റ്റേബിൾ ആണോ? ഷോർട്ട് ടേം ആണ്, അല്ലെ? ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്, ജസ്റ്റ് ലൈക്ക് എ ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ് പോലെ നമ്മൾ ഡേ ആണ് പ്ലസന്റ് എങ്കിൽ, നൈറ്റ് ആണ് അൺപ്ലസന്റ് എങ്കിൽ, ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്, അല്ലെ? സോ ദി പ്ലസന്റ് ഫീലിംഗ് ഈസ് നോട്ട് പെർമനന്റ്, വിച്ച് ഈസ് അൺസ്റ്റേബിൾ. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും? അൺപ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഹാപ്പിനെസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹാപ്പിനെസ് ആൻഡ് പ്ലസന്റ് ഫീലിംഗ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ സീക്ക് ചെയ്യുന്നതൊന്നും ഹാപ്പിനെസ് അല്ല. ആക്ച്വലി നമ്മളെല്ലാം പ്ലസന്റ് ഫീലിംഗിന് സീക്ക് ചെയ്യുന്നതാണ്, പ്ലസന്റ് ഫീലിംഗിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത് സ്മാർട്ട് വേ ഓഫ് ഹാൻഡ്ലിങ് അവർ ലൈഫാണ്. ദിസ് ഇസ് എ ലൈഫ് മാനേജ്മെന്റ് കോഴ്സ്. ഞാൻ പറയുന്നത് ഇങ്ങനെ സ്മാർട്ട് വേ ഓഫ് ഡീലിംഗ് ദിസ് ടെക്നിക്ക്. നമ്മൾ എങ്ങനെയാണ് ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഹൗ ടു കൾട്ടിവേറ്റ് ഹാപ്പിനെസ് ഇൻ അവർ മൈൻഡ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് എംപ്റ്റിങ് ദി മൈൻഡ് ആണ്. യു അണ്ടർസ്റ്റാൻഡ്? ഹാപ്പിനെസ് ഡസന്റ് നീഡ് എനി കണ്ടീഷൻസ്. ഹാപ്പിനെസിന് വീട് വേണ്ട, ഹാപ്പി ആയി ജീവിക്കണമെങ്കിൽ. ഹാപ്പിനെസിന് കാറ് വേണ്ട, ഹാപ്പിനെസിന് മണി വേണ്ട. ഇതെല്ലാം പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് യു ആർ റിയലി ലുക്കിംഗ് ഫോർ എ ഹാപ്പി മൈൻഡ്, യുവർ മൈൻഡ് ഷുഡ് ബി എംപ്റ്റി. മനസ്സിലായോ? മൈൻഡിനെ എംപ്റ്റി ആക്കുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഡു യു നോ ഹൗ ടു എംപ്റ്റി യുവർ മൈൻഡ്? നോ. ഇതാണല്ലോ നമുക്ക് ആവശ്യം ഏറ്റവും കൂടുതൽ. ഒരു ക്യൂട്ട് ടൈമിൽ നമുക്ക് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കുന്നു, ഫുൾ തോട്ട്സിന്റെ, ഫീലിങ്സിന്റെ, ഇമോഷൻസിന്റെ. ജസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് ഓഫീസ് കഴിഞ്ഞ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എംപ്റ്റി ഈ മൈൻഡാണ് വേണ്ടത്, അല്ലേ? അതാണ് ഞാനിപ്പോൾ എടുക്കാം. ഹൗ ടു എംപ്റ്റി യുവർ മൈൻഡ് വിത്ത് ഷോർട്ട് പീരീഡ്. ഓക്കെ, റൈറ്റ്. എസ്പെഷ്യലി നമുക്ക് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കൊതുകും, പിന്നെ സൗണ്ടും. എങ്ങനെ? അത് ഞാൻ പറയുന്നില്ല. ഓക്കെ. ചിലപ്പോ അവര് ക്ലാസ് എടുക്കും, ഇതിനേക്കാൾ സാറിന്റെ ക്ലാസ് ഒക്കെ ഹാപ്പിനെസ് തരുന്നതാണ് പറയും. അത് കൂടുതൽ. So this happiness training is very very important. Okay. So to empty the mind, I will teach one technique to you. Mindfulness of sound. Mindfulness means you are bringing your mind to the present moment. You are bringing your mind to the present moment. എവിടെയാണോ നിങ്ങളുടെ ശരീരം, അവിടെയായിരിക്കും നിങ്ങളുടെ മനസ്സുണ്ടാവുക. എവിടെയാണ് ആ ശരീരവും മനസ്സും ഒന്നിക്കുന്നു, ആ മൊമെന്റിലാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നത്. സോ ഈ ബെൽ റിംഗ് ചെയ്തത് നിങ്ങൾ കണ്ണടിക്കാം. ജസ്റ്റ് കണ്ണടിക്കാം. പിന്നെ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്യാം. ഓക്കെ. സോ ഇതിൽ എത്രത്തോളം ആളുകൾക്ക് എംപ്റ്റിങ് ദി മൈൻഡ്, എത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന തോട്ട്സ്, ഫീലിംഗ്സ്, ഇമോഷൻസിനെ എംപ്റ്റി ചെയ്യാൻ പറ്റുന്നോ അവര് മൈൻഡ്ഫുൾ പേഴ്സൺ ആണ്, ഒരു ഹാപ്പി പേഴ്സൺ ആണ്. ഓക്കെ. ദിസ് ഇസ് ജസ്റ്റ് ചാലഞ്ച്. ഇറ്റ് വിൽ ടേക്ക് ഓൺലി 5 minutes. Ready? 1, 2, 3, start. Close your eyes. ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ.
എന്റെ ശബ്ദം മറ്റു ചെറുതും വലുതുമായ മറ്റു ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. നിങ്ങൾ ഇപ്പോൾ മനസ്സിനെ ശാന്തമാക്കുവാൻ, ഹാപ്പി ആക്കുവാനുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ചിന്തകളൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. മനസ്സിനെ പൂർണ്ണമായി എംപ്റ്റി ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ പറയൂ, ഈ ചിന്ത ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. എന്റെ മനസ്സ് ഇപ്പോൾ ശബ്ദങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. AC-യുടെ ശബ്ദം കേൾക്കാം, എന്റെ ശബ്ദം, മറ്റു ചെറുതും വലുതുമായ മറ്റു ശബ്ദങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സ് ശാന്തമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ചിന്തകളെല്ലാം വെറും ചിന്തകളാണ് എന്ന് മനസ്സിനോട് പറയൂ. ചിന്തകളെല്ലാം വെറും ചിന്തകളാണ്, അത് യാഥാർത്ഥ്യമല്ല. പതിയെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. നിങ്ങൾ ഇപ്പോൾ മനസ്സിനെ ഹാപ്പിനെസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, സന്തോഷമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വാസത്തിലേക്ക് നൽകൂ. ഓരോ ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്നു. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നു. റിലാക്സ് ആവുന്നു നിങ്ങളുടെ ബോഡി. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമാകുന്നു. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമാകും. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് പോകട്ടെ. വലിയ ശ്രദ്ധ നിങ്ങളുടെ ഇടത്തെ കാൽപാദത്തിലേക്ക് നൽകൂ. നിങ്ങളുടെ അറ്റൻഷൻ ആണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. നിങ്ങളുടെ അറ്റൻഷൻ എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ സന്തോഷം. നിങ്ങളിപ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ശ്രദ്ധ നൽകുന്നു. ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇടത്തെ കാൽഭാഗം മാത്രമേ ഉള്ളൂ. കാൽപാദം റിലാക്സ് എന്ന് മനസ്സിൽ പറയൂ. റിലാക്സ്. ഇടത്തെ കാൽപാദം ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയി. പതിയെ ശ്രദ്ധ ഇടത്തെ കാൽമുട്ടിലേക്ക് കൊണ്ടുവരൂ. റിലാക്സ്. ഇടത്തെ കാൽമുട്ട് ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയി. ഇടത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. തായ് ഏരിയ റിലാക്സ്. ഇടത്തെ തുടഭാഗം പൂർണ്ണമായും റിലാക്സ് ആയി. ഇടത്തെ ഹിപ്പ് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഹിപ്പ് ഏരിയ പൂർണ്ണമായും ഇപ്പോൾ റിലാക്സ് ആയി. നിങ്ങളുടെ ഇടത്തെ കാൽ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയി. പതിയെ ശ്രദ്ധ വലത്തെ കാൽപാദത്തിലേക്ക് കൊണ്ടുവരൂ. വലത്തെ കാൽപാദത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ. റിലാക്സ്. വലത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ ഹിപ്പേരിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കാൽ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയി. പതിയെ ശ്രദ്ധ സ്റ്റൊമക്ക് ഏരിയയിലേക്ക് കൊണ്ടുവരൂ. റിലാക്സ്. ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവരൂ. റിലാക്സ്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇടത്തെ കൈയിലാണ്. ഇടത്തെ കൈയിൽ മാത്രം ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കൈയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ത്രോട്ട് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. മുഖത്തെ പേശികളെല്ലാം റിലാക്സ് ആവട്ടെ. മൗത്ത് ഏരിയ റിലാക്സ് ആവുന്നു. നോസ് ഏരിയ റിലാക്സ് ആവുന്നു. കണ്ണ്, നെറ്റി, ചെവി, തലഭാഗം ഫുള്ളായി റിലാക്സ് ആയി. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ആയി. മനസ്സ് ശാന്തമാണ്. പതിയെ കണ്ടു തുറക്കൂ. ഹാപ്പിയായോ? മനസ്സ് എവിടെയാ ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ മനസ്സ് എവിടെയുള്ളത്? ഇവിടെ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളികൾ കഷ്ടപ്പെട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് ഹാപ്പി ആവാൻ 10 മിനിറ്റ് പോലെ. താങ്ക് യു വെരി മച്ച്. യെസ്. ഹാപ്പി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാൻ നമ്മുടെ പ്രോജക്റ്റ് ലോഞ്ച് നിർവഹിക്കാം. അതിന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആക്റ്റീവ് ഫ്രണ്ട്സിനെ ഞാൻ ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. Okay.